രാഹുൽ, വെരി ഗുഡ് മോർണിംഗ് രാഹുൽ. ആഹാ, രാഹുലിനെ കുറച്ച് ദിവസത്തിന് ശേഷമാണ് കൊടയില്ലാതെ കാണുന്നത്. ഗുഡ് മോർണിംഗ്. തെളിഞ്ഞ അന്തരീക്ഷമാണെന്ന് തോന്നല്ലോ. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. അതെ, തെളിഞ്ഞ അന്തരീക്ഷമാണ്. ആശ്വാസത്തിന്റെ ഒരു പൊൻകിരണങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മേഘമൊക്കെ ഇങ്ങനെ മഴക്കാറ് കയറി വരുന്നുണ്ട്, പക്ഷേ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ അതിശക്തമായ മഴയായിരുന്നു ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. ചിലയിടങ്ങളിൽ തോരാ മഴ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ആ മഴയ്ക്കൊരു ശമനമുണ്ടെന്നത് ആശ്വാസകരമായ കാര്യമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സന്തോഷ ദിനം കൂടിയാണ് ഇന്ന്. ഇടുക്കിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. പക്ഷേ വിദ്യാർത്ഥികളോട് നമ്മൾ ആദ്യം തന്നെ പറയുകയാണ്, അവധിയാണെന്ന് ഓർത്തുകൊണ്ട് ചൂണ്ടയിടാനോ അല്ലെങ്കിൽ കുളിക്കാനോ ഒന്നും പുഴയിലേക്ക് ഇറങ്ങരുത്. പുഴയിലൊക്കെ അതിശക്തമായ നീരൊഴുക്കും ഒക്കെയുണ്ട്. ഡാമുകളൊക്കെ തുറന്നു വരുന്നൊരു സാഹചര്യം കൂടിയാണ്. നിലവിൽ 4 ഡാമുകളാണ് ഇടുക്കി ജില്ലയിൽ തുറന്നു വെച്ചിരിക്കുന്നത്. പൊന്മുടി, കല്ലാർകുട്ടി, പാമ്പള, മലങ്കര ഡാമുകൾ തുറന്നിട്ടുണ്ട്. മുഴുവൻ ഷട്ടറുകളും തുറന്നുകൊണ്ടാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പെരിയാറിന്റെ വിവിധയിടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം മുല്ലപ്പെരിയാറാണ്. മുല്ലപ്പെരിയാർ ഇങ്ങനെ പോവുകയാണെങ്കിൽ നാളെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ടി വരുമെന്നാണ് ഇന്നലെ തമിഴ്നാട് അറിയിച്ചിട്ടുള്ളത്. നിലവിലെ ഇന്ന് പുലർച്ചെ 2 മണിക്ക് തമിഴ്നാട് നൽകിയ കണക്ക് പ്രകാരം 134.80 ജലനിരപ്പ്. നിലവിലെ റൂൾ കർവ് പ്രകാരം നാളെ അത് 136 ആവുകയാണെങ്കിൽ സ്പിൽവേ ഷട്ടറുകൾ തുറന്നുകൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കും. നേരത്തെ തന്നെ ഇടുക്കി ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് താഴ്ന്ന പ്രദേശങ്ങളെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരികയാണെങ്കിൽ അവരെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ ഉൾപ്പെടെ സജ്ജമാണ്. ഈ വെള്ളം ഒഴുകി നേരെ വരുന്നത് ഇടുക്കി ഡാമിലേക്കാണ്. നിലവിലെ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2360 എത്തുകയാണ്. റൂൾ കർവ് പ്രകാരം 2673 ഈ നിലവിലെ റൂൾ കർവ് പ്രകാരം പരമാവധി ജലനിരപ്പ്. അങ്ങനെ വരികയാണെങ്കിൽ വെള്ളം 10 അടി കൂടി ഉയരുകയാണെങ്കിൽ ഇടുക്കി ഡാമും തുറക്കേണ്ടി വരും. എന്താണെങ്കിലും വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. 2 ദിവസം, അതായത് ഇന്നും നാളെയും കൂടി ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. അതുകൊണ്ട് ചില ക്രമീകരണങ്ങൾ, നിയന്ത്രണങ്ങൾ കൂടി. ഇനിയിപ്പം മഴ ഒന്ന് മാറി നിൽക്കുന്നത് ആശ്വാസമാണ്. പക്ഷേ എങ്കിലും ഇന്ന് വൈകുന്നേരം മുല്ലപ്പെരിയാർ തുറക്കാനുള്ള സാധ്യതയില്ലല്ലോ. നാളെയല്ലേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അരുൺകുമാർ, അതായത് മഴ മാറി നിൽക്കുമ്പോഴും ഡാമിലേക്ക് വലിയ രീതിയിലുള്ള നീരൊഴുക്കുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ ഉള്ളത് നെടുങ്കണ്ടത്തൊക്കെയാണ്. നെടുങ്കണ്ടം, അടിമാലി ഉൾപ്പെടെയുള്ള മേഖലകളിൽ മഴ മാറി നിൽക്കുകയാണെങ്കിലും ഈ തേക്കടി, പെരിയാർ, കടുവ സങ്കേതം ഉൾപ്പെടെയുള്ള മേഖലകളിൽ മഴ ശക്തമാവുകയാണെങ്കിൽ ഡാമിലേക്ക് വലിയ രീതിയിലുള്ള നീരൊഴുക്കുണ്ടാകും. വനമേഖലകളിൽ മഴ പെയ്യുകയാണെങ്കിലും നീരൊഴുക്കുണ്ടാകും. അതുകൊണ്ട് നീരൊഴുക്ക് നിലവിലെ സാഹചര്യത്തിൽ തുടരുന്നുണ്ട്. തമിഴ്നാട് പരമാവധി വെള്ളം കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള മഴ തുടരുകയാണെങ്കിൽ നാളെ അണക്കെട്ട് തുറന്ന്, അതായത് സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് പറയുന്നത്. ശരി രാഹുൽ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കരുതിയിരിക്കുക. പ്രത്യേകിച്ച് പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ, മുല്ലപ്പെരിയാർ ഡാം നാളെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു ചിലപ്പോൾ കുറച്ച് വെള്ളം കളയാനുള്ള സാധ്യതയുണ്ട്. ഈ നിലവിലത്തെ സാഹചര്യത്തിൽ നീരൊഴുക്ക് ഈ മുല്ലപ്പെരിയാറിലേക്കും ഇടുക്കി ഡാമിലേക്കുമുണ്ട്. ഇടുക്കി ഡാമിന്റെ ഷട്ടറുകളും ഒരുപക്ഷെ തുറന്നേക്കാം നാളെ. കരുതലോടുകൂടി ഇരിക്കണം. പ്രത്യേകിച്ച് മുല്ലപ്പെരിയാറിന്റെ താഴ്ന്ന ഭാഗത്തുള്ള പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർ പ്രത്യേകിച്ച് ജാഗ്രതയോടുകൂടി ഇരിക്കുക. ഇന്നിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിലും ഡാമിലേക്കുള്ള നീരൊഴുക്ക് തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ സുരേഷ് അറിയിച്ചിരിക്കുന്നത് ഇടുക്കിയിൽ നിന്നും. നമുക്ക്